ഹായ് കൂട്ടുകാരേ, ഞാൻ വീണ്ടും വന്നു കേട്ടാ. അപ്പോഴേ എല്ലാവരും ഒന്ന് വേഗം വന്നേ. നമുക്ക് എളുപ്പത്തിൽ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് വേണ്ട, ചായ അടുപ്പത്ത് വെച്ചിട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട കൊണ്ട് നമ്മളിത് ഉണ്ടാക്കുന്നത് കടലമാവും കൂട്ടിയിട്ട്. അപ്പോൾ ഇതിന് പ്രത്യേക പേരൊന്നുമില്ല, മുട്ടയും ഇതും കടലമാവും വെച്ചിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ ആദ്യം തന്നെ ആ മുട്ട എടുക്കുക, അതൊന്ന് പൊട്ടിച്ചൊഴിച്ചോ. എന്നിട്ട് പിന്നെ കുറച്ച് പച്ചമുളക്, അത് അധികമൊന്നും വേണ്ട, പിള്ളേർക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊക്കെ കുറച്ചോ. അപ്പോൾ ആ പച്ചമുളകും ഞാൻ ഇവിടെ ഒരു വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ എന്താ ചേർക്കണമെന്ന് വെച്ചാൽ മല്ലിയില, ലേശം സബോള, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു ലേശം ഇട്ടിട്ടുണ്ട്. അതെല്ലാതും കൂടിയിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് അതിൽ പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കടലമാവും പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് നല്ലോണം പേസ്റ്റാക്കുക. നല്ലോണം അത് അതിൽ കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മൾ നല്ലോണം ആദ്യം ഒരു മുട്ട ഒഴിച്ചിട്ട് നിങ്ങൾ പേസ്റ്റ് ആക്കിയാൽ മതിയിട്ട്, അല്ലെങ്കിൽ കട്ട കുത്തും, നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മളൊരു മുട്ടയും കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൽ ചേർക്കണത് ഒരു ലേശം സോഡപ്പൊടി, അതൊന്നൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ സോഡപ്പൊടിയും പാകത്തിന് ഉപ്പും ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് അടിച്ച് നല്ലോണം ബീറ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തോളൂ. പിന്നെ നമ്മൾ ഒരു മുട്ടയും കൂടിയും നിങ്ങൾ ചേർത്ത്, മുട്ടയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം, കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ കടലമാവിൻ്റെയും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം അടിച്ച് നല്ലോണം പതപ്പിച്ചോ. പതപ്പിക്കുന്നതിലാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരണത് കേട്ടോ. ഉപ്പായാലും നമ്മൾ ലേശം സോഡപ്പൊടി ചേർക്കണ്ടല്ലോ, അതും അല്ലെങ്കിൽ അവിടെ ഇവിടെയും പിടിക്കും. അപ്പോൾ അത് നല്ലോണം അടിച്ച് പതപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മുടെ പാൻ അങ്ങോട്ട് അടുപ്പത്ത് വയ്ക്കുക, ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഇത് ഒരേ സ്പൂൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു വശം മൊരിച്ചെടുക്കുമല്ലോ, അതുപോലെ മൊരിച്ച് തിരിച്ചു മറിച്ചുവിട്ട് മൊരിച്ചെടുക്കുക. ചൂടോടെ കഴിക്കാനായിട്ട് സൂപ്പർ സാധനമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എളുപ്പമല്ലേ. ഇന്ന് 4 മണിക്ക് നമുക്കൊരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കടി എന്തായാലും വേണം, എന്നാലല്ലേ നമുക്കൊരു ഉഷാർ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക്. സോസ അല്ലെങ്കിൽ മയണൈസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്, പിള്ളേർക്ക് കൊടുക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് പിന്നെ ഞാൻ എന്നും പറയണ പോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓടി വരാം ഞാൻ ടാറ്റാ, ബൈ ബൈ.